ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി ഇതാ മാനന്തവാടി ഗാന്ധി പാർക്കിൽ എത്തിച്ചേരുകയാണ്. ആർത്തിരമ്പുന്ന അലകടൽ പോലെ, കുലംകുത്തി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിൽ പോലെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന വയനാടിന്റെ ഭാവി പ്രതീക്ഷാ കേന്ദ്രം ഇന്ത്യൻ മതേതര ചേരിയുടെ നെടുനായകത്വം വഹിക്കുന്ന നായിക, വയനാട്ടുകാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത പ്രിയങ്ക ഗാന്ധി ഇതാ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരികയാണ്. ആർത്തിരമ്പുന്ന അലകടൽ പോലെ, കുലംകുത്തി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിൽ പോലെ ഇന്ത്യയെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി വർഗീയ ഫാസിസ്റ്റ് ഭീകരന്മാർക്കെതിരെ ശാന്തിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വയനാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയാണ്. വീരപഴശ്ശിയുടെ പടയോട്ടം കൊണ്ടും ടിപ്പു സുൽത്താന്റെ പടയോട്ടം അനീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി മാനന്തവാടിയിൽ നിന്ന്. അനീസ് പറഞ്ഞതിലും വൈകിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളതെങ്കിലും ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ. ഇതിനുശേഷം സുൽത്താൻ ബത്തേരിയിൽ അടക്കമുള്ള പരിപാടികൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നു. ഗോത്ര ജനവിഭാഗത്തിന്റെ അമരക്കാരി കൂടിയായ സാധാരണക്കാരന്റെ പ്രതീകം, പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കരുണയുടെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ യോഗസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്പനേരം നീണ്ട റോഡ് ഷോക്ക് ശേഷമാണ് അവർ ഇപ്പോൾ ഗാന്ധി പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് കോർണർ മീറ്റിംഗിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം അവർ സംസാരിക്കും. അതിനുശേഷം സുൽത്താൻ ബത്തേരിയിലാണ് അടുത്ത സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. പൊലിഞ്ഞു പോയപ്പോ, നമ്മുടെ കർഷകർ ജീവനറ്റ് പോയപ്പോ, ആ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഉറക്കം കെടുത്തിയ ചിലരൊക്കെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പതറാതെ ഇടറാതെ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ മാനന്തവാടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകർ വളരെ ആവേശപൂർവ്വമായ ഒരു സ്വീകരണമാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത്. മണിക്കൂറുകളായി അവർ പ്രിയങ്കയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. MPI സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വയനാടിന്റെ സ്വീകരണം ഏറ്റുവാങ്ങാൻ എത്തിയതാണ് പ്രിയങ്ക ഗാന്ധി. ഇനിയിപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ അടക്കം പരിപാടികളുണ്ട്. മാനന്തവാടിയിലെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. അതിനുശേഷം സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പ്രിയങ്കയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്.